ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട കേട്ടോ. കാരണം ഇതിന് അത്രയും ടേസ്റ്റാണ്. ഒരേ സമയം കാണാനും ഭംഗിയാണ്, അതുപോലെ നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ബീട്രൂട്ടിൻ്റെ ആ മധുരവും തൈരിൻ്റെ പുളിയും കൂടി ആവുമ്പോൾ ഒരു കിടിലൻ സ്വാദാണ് ഇതിന് കിട്ടുന്നത്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പച്ചടികളിൽ ഒന്നാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഓണം സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പച്ചടി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 4-5 കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ ശേഷം മാറ്റി വയ്ക്കുക. ഞാനിവിടെ 4 ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലുമാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു മൺചട്ടിയിലാണ് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ബീട്രൂട്ട് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് മൂടി വെക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിലാക്കിയ ശേഷം ബീട്രൂട്ട് നല്ല രീതിയിൽ മൂടി വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബീട്രൂട്ട് ഇവിടെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തോ എന്ന് അറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് ബീട്രൂട്ട് എടുത്ത് കടിച്ചു നോക്കുക. ആ ഒരു പച്ച ടേസ്റ്റ് മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ അരപ്പ് ചേർത്ത മിക്സറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ തൈരിന്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണമെന്നുള്ളവർക്ക് അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈര് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ പുളിയൊക്കെ നോക്കിയിട്ട് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് താളിച്ചിടേണ്ടതുണ്ട്. വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം കുറച്ച് വറ്റൽമുളകും അതുപോലെ കറിവേപ്പില ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതെല്ലാം കൂടെ നമ്മൾ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.